ബിജെപിയിൽ നിന്ന് രാജിവെച്ച നടൻ ദേവൻ TVKയിലേക്ക്. ദേവനും TVK നേതാക്കളും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ച പൂർത്തിയായി. TVK സംസ്ഥാന അധ്യക്ഷ സ്ഥാനമാണ് ദേവന് പാർട്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 10 ചെന്നൈയിൽ വിജയുമായി ദേവൻ കൂടിക്കാഴ്ച നടത്തും. താൻ ചെയ്യാൻ ആഗ്രഹിച്ചതാണ് തമിഴ്നാട്ടിൽ വിജയ് ചെയ്യുന്നത് എന്നും നിരവധി യുവാക്കൾ തന്നെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചുവെന്നും ദേവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സാറ് TVK ചേരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന വാർത്തയുണ്ടല്ലോ സാറേ, അത് സത്യമാണോ സാറേ? സത്യമാണത്. 2 ദിവസം മുമ്പ് അങ്ങനെ അവര് വന്ന് സംസാരിച്ചു. ഇതില് വിജയുടെ ഒരു ഇടപെടൽ ഉണ്ടോ സാറേ? എന്താണ് അതിലുള്ള? ഉണ്ട് എന്നാണ് അവര് എന്നെ ബോധിപ്പിച്ചത്. പക്ഷെ ഈ ഒരു സംഭാഷണത്തിന് ശേഷം ഞാൻ അവരുടെ സീനിയർ ലീഡേഴ്സായിട്ട് ഒരു വീഡിയോ കോൺഫറൻസും ഉണ്ടായിരുന്നു. അപ്പൊ കേരള സ്റ്റേറ്റിന്റെ ചീഫായിട്ടുള്ള അതാണ് അവർ പറഞ്ഞത്. സാറേ, ഇത് വിജയുമായി എന്തെങ്കിലും കൂടിക്കാഴ്ച ഉണ്ടോ സാറേ ഇതില്? ഇപ്പൊ ഉണ്ടായിട്ടില്ല. അത് സെപ്റ്റംബർ 10 അത് വെച്ചിട്ടുണ്ട്. വിജയ് വന്ന് മത്സരിച്ച് ജയിച്ചു അധികാരത്തിൽ വന്നപ്പോ ഞാൻ കാണുന്നത് എന്റെ മനസ്സിൽ ഇവിടെ കേരളത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സംഗതികൾ മുഴുവനും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു അട്രാക്ഷൻ എനിക്കുണ്ടല്ലോ. എനിക്ക് ഒരുപാട് കോൾസ് വന്നുകൊണ്ടിരിക്കും. ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് കോൾസ്, എല്ലാ യുവാക്കളുടെ കോളുകളാണ്. അവര് പറയുന്നത് വെച്ചാൽ അതിവിടെ വേണം ചേട്ടാ എന്നാണ് അവര് പറയുന്നത്. ദേവനും TVK നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ നടി പ്രിയങ്കയും പങ്കെടുത്തു. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ TVKയ്ക്ക് ഒരു കേരള ഘടകം ഉണ്ടാകുന്നു, നടൻ ദേവൻ അതിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരും തുടങ്ങിയ വാർത്തകളാണ് വരുന്നത്. കൂടിക്കാഴ്ചകളും ചർച്ചകളും എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ചാലക്കുടിയിലെ വസതിയിൽ നടൻ ദേവനെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 TVK നേതാക്കൾ എത്തിക്കണ്ടത്. നടി പ്രിയങ്കയാണ് ഇതിൽ മധ്യസ്ഥയായി നിന്നത് എന്ന വാർത്തയും സ്ഥിരീകരിക്കുകയാണ്. നടൻ ദേവൻ തന്നെ, ഞാൻ സംസാരിച്ചിരുന്നു ദേവനോട്, റിപ്പോർട്ടർ TVയോട് പറഞ്ഞത് താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തമിഴ്നാട്ടിൽ വിജയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ TVKയിലേക്ക് പോകുന്നതിന് തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. 5-ലേറെ സിനിമകളിൽ താനും നടൻ വിജയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു പരിചയവും അടുപ്പവും ഞങ്ങൾ തമ്മിലുണ്ട്. അങ്ങനെ നടൻ TVKയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന ഒരു ചടങ്ങിലാണ് പരസ്യമായി തന്നെ BJP വിടുകയാണ്, വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെക്കുകയാണെന്ന് നടൻ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് ഈ ചർച്ചകൾ തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഫോണിൽ നടനെ ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു TVK. ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് നടി പ്രിയങ്ക വഴി TVK നേതാക്കൾ ചാലക്കുടിയിലെ വസതിയിൽ എത്തിയത് എന്ന് നടൻ ദേവൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാഥമിക ചർച്ചയാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ചെന്നൈയിലെ TVK നേതാക്കളുമായി വീഡിയോ കോൺഫറൻസിലൂടെ ഒരു ചർച്ചയും അതിന് പിന്നാലെ നടത്തിയിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരം സെപ്റ്റംബർ 10 ചെന്നൈയിൽ ഒരു കൂടിക്കാഴ്ച വിജയുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിലായിരിക്കും അന്തിമ തീരുമാനം എന്ന് നടൻ ദേവൻ പറയുകയാണ്. നിരവധി യുവാക്കൾ തന്നെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട്. TVKക്കൊപ്പം ചേരണം എന്നുള്ളതാണ് പലരും ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം താൻ അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രാഥമിക ചർച്ചകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. സെപ്റ്റംബർ 10 വിജയുമായുള്ള അന്തിമ ചർച്ചയിലായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക എന്ന് നടൻ ദേവൻ പറയുകയാണ്. ഏതായാലും BJP വിട്ട ദേവൻ TVKയിലേക്ക് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TVKയുടെ വെറും പ്രവർത്തകൻ എന്നതല്ല, TVKയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കാണ് നടൻ ദേവന് ഓഫർ വന്നിട്ടുള്ളത്. അത് അംഗീകരിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് എന്ന് ദേവൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മാധു, ശരി. അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ദേവൻ TVKയുടെ സംസ്ഥാന അധ്യക്ഷനായേക്കുമെന്ന വാർത്തകളാണ് വരുന്നത്. TVKയുമായി 10-ാം തീയതി ചെന്നൈയിൽ വെച്ച് ചർച്ചകളുണ്ടാകും.